എൻ്റെ പേര് അൻവില, ഞാൻ 7th ജെ-സ്റ്റാറിൽ പഠിക്കുന്നു. എൻ്റെ പേര് ഫാത്തിമ, ഞാൻ 7th ജെ-സ്റ്റാറിൽ പഠിക്കുന്നു. ഇതൊരു മൾട്ടി പേർപ്പസ് ഗ്ലാസ്സാണ്. ഈ ഗ്ലാസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ഗ്ലാസ് ഉണ്ടാക്കുന്നത് തന്നെ 3 ലെയർ വെച്ചിട്ടാണ്. ഒന്ന് UV ഗ്ലാസും, ഒന്ന് സ്ക്രീനും, ഒന്ന് നോർമൽ ഗ്ലാസും. ഇതിൻ്റെ ഈ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടുള്ളത് ഫൈബർ വെച്ചിട്ടാണ്. ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ടുള്ള ഫൈബർ വെച്ചിട്ടാണ് ഇത് ഫ്രെയിം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ പിന്നെ യൂസേഴ്സ് എന്ന് വെച്ചാൽ നമുക്കിത് ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് ഫോണുമായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ഇത് മീൻസ് ഫോണിലുള്ള വീഡിയോസെല്ലാം നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും. പക്ഷെ നമ്മളിത് സാധാ ഫോണിൽ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഐ പ്രോബ്ലംസ് ഒന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. കാരണം ഇത് UV ഗ്ലാസ്സസ് വെച്ച് ഉണ്ടാക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ ഫോണായിട്ട് കണക്ട് ചെയ്ത് ഇതിപ്പോൾ വീഡിയോ വെച്ചിട്ടില്ലേ തന്നെ നമുക്കിപ്പോൾ കാണുന്ന സറൗണ്ടിങ്ങിലുള്ളത് തന്നെ നമുക്ക് കാണാൻ പറ്റും. അതും ഇപ്പം നമ്മളൊരു ബുക്ക് എടുത്തെന്ന് വിചാരിക്കും, ആ ബുക്കിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ ബുക്കിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് AI പറഞ്ഞുതരും. അതിനിവിടെ സെൻസർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബുക്ക് എടുത്താൽ ആ ബുക്കിൻ്റെ ഒരു പേര്, അതിലുള്ള ക്യാരക്ടേഴ്സ്, അതിൻ്റെ ഫുള്ളൊന്നും പറയൂലെങ്കിലും അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിൻറ്റ്സ് എല്ലാം ഇത് നമുക്ക് അങ്ങനെ എഴുതി കാണിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഫ്രെയിമിൻ്റെ ഈ ബാക്ക് പോർഷനിൽ സ്പീക്കറുണ്ട്, അതിലൂടെ കേൾക്കാനും പറ്റും. നമുക്ക് കണ്ണ് കാണാത്ത ആൾക്കാർക്കെല്ലാം ഈ ഒരു സ്പീക്കർ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. അതും അടുത്തുള്ള ആൾക്കാർക്ക് അധികം ഡിസ്റ്റർബ് ആയിട്ടൊന്നും തോന്നില്ല. ഈ 360 ഡിഗ്രി സറൗണ്ടിങ്ങിൽ മാത്രമേ ഈ ഒരു വോയിസ് കേൾക്കാനും പറ്റും. അതുപോലെ തന്നെ ഇത് അൺലോക്ക് ചെയ്യണ ഇവിടെ ഒരു ഫിംഗർ പ്രിൻ്റ് ഉണ്ട്. ഇത് ഫിംഗർ പ്രിൻ്റ് ടൈപ്പ് കൊടുക്കാം. നമുക്ക് സ്വിച്ച് വേണമെങ്കിലും കൊടുക്കാം. അത് വെക്കാനും നമ്മൾ അത് ഓൺ ആവും. പിന്നെ അത് ഫോണിലെ ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഈ ഒരു ചാർജറാണ്. ഈ ഒരു ചാർജിങ് വെച്ച് നമ്മൾ വെക്കുന്ന സ്പെക്സ് തന്നെ നമ്മളൊരു ബോക്സിൽ കൊണ്ടു നടക്കുന്ന പോലെ ഇതിനെ സൂക്ഷിച്ച് കൊണ്ടു നടക്കാൻ പറ്റും. അഥവാ ഇത് കാണാണ്ടായാൽ തന്നെ നമുക്കിത് ട്രാക്കിൽ വെച്ചിട്ട് ട്രാക്ക് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് വേണം. അത് നമുക്ക് ആപ്പിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് വെക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ചാർജിൻ്റെ പെർസെൻറ്റേജും കാണിക്കാൻ പറ്റും. ഇതേപോലെ തന്നെ ഇതിന് നമുക്ക് 2 വേയിൽ ചാർജ് ചെയ്യാൻ പറ്റും. ഒന്ന് ഇതിൻ്റെ ബാക്കിലുള്ള സോളാർ പാനലാണ്. ഈ ഒരു സോളാർ പാനലിനെ കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് സാധാ വയറിനെ കൊണ്ട് നമുക്കിത് ചാർജ് ചെയ്യാൻ പറ്റും. അതാണ് അല്ല, ഇതിന് എക്സ്ട്രാ ആഡ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ കാഴ്ച കുറവുള്ള ആൾക്കാരാണെങ്കിൽ, അതുപോലെ തന്നെ ഈ നോർമൽ ഗ്ലാസ് മാറ്റിയിട്ട് ഐ പവറിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് അനുസരിച്ചിട്ടുള്ള പവറിലുള്ള ഗ്ലാസ് നമുക്കിത് യൂസ് ചെയ്യാം. താങ്ക് യു.